നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഒന്നുകിൽ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ട് കിടത്തണം. തെണ്ടിയല്ല ജീവിക്കണ്ടേ? എന്താണ് പറഞ്ഞത്? ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണം. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തേഞ്ഞു വന്ന കേസൊന്നും അല്ലല്ലോ. ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഇറങ്ങി വന്ന കല്ലെറിഞ്ഞ് കൊല്ലി ഞാൻ അകത്ത് പോടാ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം. ഒന്ന് പോയി തരുമോ പ്ലീസ്? ഓ, എന്ന് പറയാൻ എളുപ്പമാ. കരണക്കുറ്റിക്ക് രണ്ട് കീറ് കീറിയിട്ട് സോറി എന്ന് പറയണ പോലെ. എടോ, തനിക്കെന്താടോ? എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. എടോ, ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കള്ളൻ, ഫ്രോഡ്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മറ്റേ പണി കാണിച്ചോണ്ടല്ലോ അടിച്ച് കരണ. ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? ഇടിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ. എന്നെ തല്ലിച്ചോ. നിങ്ങളെ കാശിയിലേക്ക് കിട്ടാൻ പോകുന്നില്ലോ. സിമ്പിൾ വേണം. ആൾക്കാരുടെ സിമ്പിൾ.